ഹായ്, നമ്മുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കക്കയിറച്ചിയുടെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കക്ക ഫ്രൈ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് കക്കയിറച്ചി വാങ്ങാനായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് കക്കയിറച്ചി വാങ്ങാം. ഇവിടെ എന്താ വില അങ്ങനെ കാര്യങ്ങളെന്നൊക്കെ നോക്കിയിട്ട് കക്കയിറച്ചി 1 കിലോ മതി നമുക്ക് വാങ്ങിയിട്ട്. ഇവിടെ വന്ന് ചെമ്മീനുള്ളലൊക്കെ കാണാം. എല്ലാ വെറൈറ്റി മീൻ നന്നാക്കലും അല്ലടാ. ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവര് വേണമെങ്കിൽ ഇത് കണ്ടു വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്തി. അതിങ്ങനെ അതിങ്ങനെ ഇങ്ങനെ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ 6 കിലോ ചെമ്മീൻ വെച്ച് മേടിച്ചു കഴിഞ്ഞാൽ പഠിക്കാം. ഇങ്ങനെ കുറച്ച് റോസ്റ്റ് ചെയ്യാം, കുറച്ച് അച്ചാറിടാം, കുറച്ച് ഫ്രൈ ചെയ്യാം. വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാറ്. ഇതിപ്പോ 1 കിലോ തൂക്കിയത് 1 കിലോ ആണല്ലോ. അതിന്റെ അളവ് 560 അല്ലേ? 1 കിലോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 കിലോ അല്ല. നമ്മൾ തൂക്കി കൊടുക്കുമ്പോ അങ്ങനെ കറക്റ്റ് ആയിട്ടല്ല തൂക്കി കൊടുക്കണം. 1 കിലോ എന്ന് പറയുമ്പോ ഒരു 50 ഗ്രാം അധികം മുൻതൂക്കം വരും. അതുകൊണ്ടാണ് ആ മുൻതൂക്കം വരുന്നത്. ഇന്ന് മാർക്കറ്റില് മീനുകൾ ഇഷ്ടം പോലെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇന്ന് മീൻ കുറവാണ് കൂടുതലാണോടാ? അത്യാവശ്യം മീനുണ്ട്. ഇത് എന്ത് മീനത്? അത് കാളാഞ്ചി. അതാണ് ഒറിജിനൽ കാളാഞ്ചി എന്ന് പറഞ്ഞ മീൻ. കാളാഞ്ചി. ഇതാണ് ഒറിജിനൽ കാളാഞ്ചി എന്ന് പറഞ്ഞ സാധനം. ഇത് ആളുകള് ഓലപ്പൊടിയൻ ആണ് കാളാഞ്ചി എന്ന് വിചാരിച്ചാണ് ഇരിക്കണേ. പക്ഷെ അതല്ല, ഇതാണ് ഒറിജിനൽ കാളാഞ്ചി. ഒന്ന് പൊക്കി കാണിച്ചേ. 500 രൂപയാണ് ഇതിന്റെ വില. കിലോ 500 അല്ലേ? ഇതാണ് കരിമീൻ. കരിമീൻ നല്ല നാടൻ കരിമീൻ. കരിമീനൊക്കെ വലിയ കരിമീനാലോ? കരിമീനാണ് ഇത് കോൻ 1/2 കിലോ വരുമോ? അത് നമുക്ക് നോക്കാം. 400 കിലോന്റെ അടുത്ത് വരും. 490 ഒക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ സഹായ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ 460 രൂപയുള്ളൂ. ഇതൊക്കെ പുറത്തൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ 600-700 രൂപ തന്നെയാണ്. ഇതാണ് മാച്ചാൻ, കൊളത്തി മാച്ചാൻ. മാച്ചാൻ, കൊളത്തി മാച്ചാന്റെ പ്രത്യേകത തന്നെ. കൊളത്തി മാച്ചാന്റെ പേരുടെ കാരണം വൈറ്റ് മീറ്റ് ആയിരിക്കും. അല്ല, കൊളത്തി മാച്ചാന്ന് കൊളത്തുന്ന സിസ്റ്റം ഉണ്ട്. കുളത്തുണ്ട്. ഈ കുളത്തിയാണ് ശത്രുക്കളിൽ ശേഷം. ഇങ്ങടാ കൊളത്തല്ലേ? സാധാരണ ഇങ്ങനെയാണ് തന്നെ. ഇത് ഓപ്പോസിറ്റ് ആണ്. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. പോയിസൺ ആണ് ഇവിടെ മുള്ളൊക്കെ കയറി കഴിഞ്ഞാൽ. പോയിസൺ ആണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകത മീനുകൾ. നമുക്കൊരു 1 കിലോ കക്കയിറച്ചി ആണ് ഇന്ന്. കക്കയിറച്ചി നല്ല വലിപ്പമുണ്ട് കട്ടി കിട്ടിയാണ് കേട്ടോ. അതിനെപ്പോഴും അങ്ങനെ വലിപ്പമുള്ള കിട്ടാറില്ല. 1 കിലോ ആട്ടോ. അതുകൊണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തോട്ടെ. കക്ക റോസ്റ്റ് ഒന്ന് 1 കിലോ. 1 കിലോ മതി. നമ്മൾ ഡെമോക്കാണ് ഇങ്ങനെ വെക്കുന്നത്. അടിയിലേക്ക് ഐസാണ്. അധികം വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. മത്തി നാടൻ മത്തിയാണ് കേട്ടോ. ഇതൊക്കെ വളരെ ചുരുക്കാണ് ഇപ്പൊ തരുന്നത്. നാടൻ മത്തിയാണ്. നാടൻ മത്തി വരവല്ലോ, മാനൊന്നുമല്ല. നല്ല നാടൻ മത്തി. വെള്ളക്കാരൻ മീനാണ്. ആലപ്പുഴ മീനാണ്. ഒക്കെ 1 കിലോ കേട്ടോ. 1 കിലോ കക്ക. ഇതൊക്കെ നാടൻ മീനുകളല്ലേ? ഇത് പുഴയിലെ ചൂണ്ടയ്ക്ക് കിട്ടിയാണ്. റോഹെന്ന് പറഞ്ഞ മീനാണ്. ചൂണ്ടയ്ക്ക് കിട്ടിയാണ് മീനാണ്. ക്ലാസ് ആയിട്ടാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റാണ്. ഇവർ ഒരു തരത്തിലുള്ള മായോ ഒന്നുമില്ലാത്ത. അത് ചൂണ്ടക്കാരുണ്ട് ഇവിടെ. ഇതെന്ത് മീനാ? കളർ വ്യത്യാസം ഉണ്ടല്ലോ. അത് സിൽവർ. അത് വളർത്തുന്ന മീനാണ്. ഇതിനെ വളർത്തണം അല്ലേ? വളർത്തുന്നതാണ്. ഇതൊക്കെ വളർത്തിയെടുക്കണ മീനാണ്. ഇത് പിരാന. പിരാന നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡില് ഉള്ളി ടൈപ്പ് കൂടുതലും പുഴയിലുണ്ടാവും. ഇതൊക്കെ വളർത്തുണ്ടാവുള്ളത് ചെറുതായിരിക്കും. ഇത് ഇതല്ല, മെഷീൻ ചൂണ്ടയിലും. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഉണ്ണിച്ചേട്ടൻ നുറുക്കണ വീഡിയോ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. പിരാന കട്ട് ചെയ്യണേ. അപ്പൊ ആയിക്കോട്ടെ. കരിമീൻ പൊള്ളിക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യണം കേട്ടോ. കരിമീൻ പൊള്ളിക്കണോ? കരിമീൻ ദിവസം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിന് എന്നാ റേറ്റ്? 200 രൂപ. 200 രൂപ.
വില കൂടുതലൊന്നുമല്ല. അത് ആ വലിപ്പം വലിപ്പമുള്ള ടൈപ്പ് ആണല്ലോ. അപ്പൊ നമ്മള് കക്കിറച്ചി വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി റെഡിയാക്കാം. വീട്ടിൽ കൊണ്ട് റെഡിയാക്കിയിട്ട് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. തീർച്ചയായിട്ടും. ആ ഉണ്ണിച്ചേട്ടാ അപ്പൊ പോവാ. ശരി. അപ്പൊ നമ്മള് കക്കിറച്ചി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് ഇന്ന് സംഗതി സെറ്റ് ആക്കാം. സെറ്റ് ആക്കണം. നമുക്കൊന്ന് അടിപൊളിയായിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് ഫ്രൈ അടിക്കാം. നല്ല ഫ്രൈ അടിച്ച് നമുക്ക് എങ്ങനെ ഫ്രൈ അടിക്കാം എന്നൊക്കെ നോക്കാം. നല്ല അടിപൊളി ഫ്രൈ അടിച്ച് നമുക്ക് തിന്നാം. പൊന്നൂസേ കക്കിറച്ചി എന്നാ ചെയ്യണ്ടേ? ഫ്രൈ അടിക്കണോ? പുള്ളിക്ക് ഇഷ്ടമാണോ കക്കിറച്ചി? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. ക്ലീൻ ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. ഇതിപ്പോ അത്യാവശ്യം വലിപ്പമുള്ള കക്കിറച്ചിയാണ് അല്ലേടി? അതെ അതെ അതെ, അതാണ് നന്നായി. ഇത് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ കക്കിറച്ചി എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി. അങ്ങനെ ഞെക്കിയിട്ട് ഒരു അഴുക്ക് വരും. ആ അഴുക്ക് പതുക്കെ അങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. അത്ര ഉള്ളത് ക്ലീൻ ചെയ്ത്. പിന്നെ ഇനി നന്നായിട്ട് ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതൊന്ന് വാഷ് ചെയ്തിട്ട് അത് ഉഷാറാവും. പൊന്നൂസിന് എന്ത് കണ്ടാലും അവക്കും അത് പരീക്ഷിക്കണം. അവളിതേ കൈക്കടി ആക്കി അത് പിടിച്ച് വലിച്ചതേ. അതെ എന്റെ പൊന്ന് പുള്ള കളഞ്ഞ റെഡി ആയിട്ടോ. നന്നാക്കി അതിനകത്തേക്കിട്. അപ്പൊ അവള് നന്നാക്കാൻ പഠിച്ചു. അവള് നന്നാക്കണ്ട്. നമ്മുടെ വേസ്റ്റ് വന്നത് ഇതുപോലെയാണോ വേസ്റ്റ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇതിങ്ങനെ ഇതിനന്ന് എടുത്തെടുത്ത് വേസ്റ്റ് വന്നേക്കണെയാണത്. പൊന്നൂസിന്റെ വേസ്റ്റ് എന്ത് പുള്ളി വേസ്റ്റ് അവിടെ തന്നെ ഇടുന്നുണ്ട്. അവള് നന്നാക്കാനൊക്കെ പഠിച്ചുട്ടോ. നന്നാക്കാൻ പഠിച്ചോ പൊന്നൂസേ? പൊന്നൂസല്ലേ കക്ക ഫ്രൈ ഉണ്ടാക്കണേ? ഇന്ന് കക്ക ഫ്രൈ പുള്ളിയാണ് ഉണ്ടാക്കണേ. എങ്ങനെ ഉണ്ടാക്കണേന്നൊന്ന് പറഞ്ഞുതരാമോ അമ്മയ്ക്ക്? എങ്ങനെയാ ആദ്യം എന്തൊക്കെ ഇടണ്ടേ? എന്ത് മസാല ഇടണ്ടേ? ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ട് അന്നത്ത് ഉണ്ടാക്കിട്ട് കഴിക്കും. ആര് കഴിക്കും? അമ്മ കഴിക്കും. അപ്പൊ കഴിക്കും, ഞാൻ കഴിക്കും. നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പൊ ക്ലീൻ ചെയ്യണമെങ്കിൽ ശരിക്കും വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും അങ്ങനെ ഞെരടി പിഴിഞ്ഞെടുക്കാം അല്ലേ? അത് 3-4 പ്രാവശ്യങ്ങളും ചെയ്യണം. 3-4 പ്രാവശ്യങ്ങൾ ശരിക്കും അങ്ങനെ ഞെരടി പിഴിഞ്ഞെടുത്ത് കഴുകണം കേട്ടോ. എന്നാലാണ് അത് ശരിയാവുള്ളൂ. ഇതപ്പോ ശരിക്കും ഇങ്ങനെ 2-3 പ്രാവശ്യം കഴുകണം. ഒരു 2-3 പ്രാവശ്യം കഴുകി നമ്മൾ വാരണം. ശരിക്കും കഴുകിയിട്ട് ഇതുപോലെ വാരി ഇടണം അല്ലേടേ? ഒരു 3 പ്രാവശ്യമൊക്കെ മതിയാവും. നമ്മൾ ആദ്യം കുറെ ചെയ്തിട്ടല്ലേ നന്നായിട്ട് ക്ലീൻ ചെയ്തത്. ക്ലീൻ ചെയ്തെങ്കിൽ ശരിക്കും ഞെരടി ഇങ്ങനെ പതുക്കെ കഴുകിയെടുത്ത് ഇങ്ങനെ ഇടണം. അപ്പൊ നമുക്ക് ഇതുപോലെ മൊത്തം ശരിക്കും കഴുകി വാരി പാത്രത്തിലേക്ക് ഇടാം. പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് മതി. അതിനകത്ത് തീർന്നു. അതിനകത്ത് മുങ്ങി തപ്പിയിട്ടൊന്നും ഇല്ല. അതിനകത്ത് വീണ്ടും ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നിനെ കഴുകാം. ഈ കണ്ടീഷനിൽ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം കഴിയാലും കുഴപ്പമില്ല കേട്ടോ. കളറ് ആ വൈറ്റ് കളറ് കുറച്ച് ഇത് പോയി തുടങ്ങിയുണ്ടോ. വൈറ്റ് കളർ ഫുള്ളായിട്ട് പോകുമൊന്നും വേണ്ട. അതങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ പോകില്ല വൈറ്റ് കളർ. അപ്പൊ നമുക്ക് ഇതുപോലെ കഴുകിയൊക്കെ വാരി നല്ല സെറ്റ് ആക്കി അല്ലേ? അല്ലേ? അപ്പൊ നമ്മളത് കഴുകി ക്ലിയർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. പാചകത്തിലേക്ക് പോവാം. അങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. നമുക്ക് ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. അതിന് വേണ്ട സാധനങ്ങൾ നമ്മള് തേങ്ങ ഇതുപോലെ പൂളി എടുത്താണ്. ഇതുപോലെ കഷ്ണങ്ങളായിട്ട് പൂളി എടുത്ത തേങ്ങയാണ്. അപ്പൊ ഇതിനൊരിപ്പോ ഒരു അളവ് പറയാൻ ഏകദേശം ഒരു പിടുത്തം പൂള് 1 കിലോ ഇത് എടുത്തേക്കണം. അപ്പൊ 1 പിടുത്തം പൂള്. ഇതിപ്പോ ഇച്ചിരി കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ നമുക്ക് കുഴപ്പമില്ല. അതിൽ അരിയുമ്പോ നമുക്ക് വളരെ ചെറുതാക്കാൻ പറ്റും. അത്രയും നല്ലത്. ചെറുതാക്കി നമുക്കൊന്ന് അരിഞ്ഞിടണം. അതിനു മുമ്പ് ഒരു ദിവസം തിന്നണം മാലിക്കിട്ട്. അങ്ങനെ രുചിയൊക്കെ എങ്ങനെയാണ് നന്നോലോ. ഇങ്ങനെ കുരുകുരാന്നരിയ തേങ്ങ ഇങ്ങനെ അരിഞ്ഞെല്ലാം സെറ്റപ്പാക്കി എടുക്കണം. ഇതിപ്പോ ഒരു ബൗളിൽ ഒരു ഇച്ചിരി ഉള്ളൂ കേട്ടോ. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി സാധനം ഇല്ല. ഇത്രയും സാധനം ഉള്ളൂ. ഒരു ലേശം ഉള്ളൂ. ഇത് ഒരു പിടുത്തമൊക്കെ സാധനം ഉള്ളൂ. ഇത് അത് മതി. അപ്പൊ നമ്മൾ 5 സവാള എടുത്തേക്കണേ. 5 സവാള തൊണ്ട പൊളിച്ചെടുത്തേണ്ട. 5 ഒരു മീഡിയം സവാള നമുക്ക് അരിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കാം. മാസ്റ്റർ ഷെഫ് യോഗി. ഈ
കണ്ണെരിയാണ്ടിരിക്കാനുള്ള ടിപ്സ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഒരു പിടുത്തം വെളുത്തുള്ളി ആണ് നമ്മളിപ്പോ എടുത്തേക്കണം കേട്ടോ. ഒന്ന് ചതച്ചെടുത്താ മതി വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ ഫുള്ള് തൊണ്ടൊന്നും കളഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചുമ്മാ അങ്ങനെ തന്നെ ഇട്ടോ ചതക്കണേ. നമ്മൾ ചതയ്ക്കുമ്പോ നന്നായിട്ട് ചതക്കണം കേട്ടോ. ഇത് നമ്മൾ ഈ വെളുത്തുള്ളി അരച്ചപ്പോ ഏകദേശം ഒരു സ്പൂണിൽ ഇച്ചോടെ കൂടുതൽ ഉള്ളൂട്ടോ അതിന്റെ അളവ്. വെളുത്തുള്ളി അത്ര എടുത്താൽ മതി. ഒരു സ്പൂണും ഒരു 1.5 സ്പൂണൊക്കെ വരാൻ മതി. ചെറിയ സ്പൂണാട്ടോ. ഒരു 1.5 സ്പൂൺ ഏകദേശം ഈ അളവ് മതി. പച്ചമുളക് ഒരു 3 എണ്ണേ. ഇപ്പൊ 3 എന്ന് പറയുമ്പോ നല്ല എരിവുള്ള ടൈപ്പ് മുളക് ഇതേ. അപ്പൊ അത് കുരുകുരാന്നോടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് മതി. അപ്പൊ നമുക്കിത് പാചകത്തിലേക്ക് കടക്കാം. അതിനായിട്ട് നമ്മളൊരു കടായി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക വേറെ ഒന്നും വേണ്ട. ഇത് കത്തിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർത്തില്ല, വെളിച്ചെണ്ണ ഒന്നും ചേർത്തില്ല. ഡയറക്റ്റ് ഈ സാധനം നമ്മളാണ് ഇടാണ് ചെയ്യണത്. ഡയറക്റ്റ് ഇതും കൂടി ഇടണം. ഇതിന് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. ഉപ്പ് ആവശ്യത്തിന്, ലേശം മഞ്ഞപ്പൊടി, ലേശം മഞ്ഞപ്പൊടി അത് മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി കുരുമുളക് പൊടി. കുരുമുളക് പൊടി ലേശം ഇട്ടാൽ മതി. നമുക്ക് കുറച്ച് ഇതിന്റെ ഒന്നും കൂടി ഇടാനുണ്ട്. അപ്പൊ ഒരു പേരിന് ലേശം കുരുമുളക് പൊടി നമുക്കൊന്ന് തൂളിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് പാത്രം വലുതായതുകൊണ്ട് പണി എളുപ്പമുണ്ട്. അതാണ്. ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടായിക്കോളും. നമ്മൾ വെള്ളം ഒഴിക്കോ വെളിച്ചെണ്ണ ഒഴിക്കോ വേറെ ഒന്നും വേണ്ട. ഇതിനകത്ത് ഓൾറെഡി വെള്ളം ആയിക്കോളും. ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് വേവും. ഇതിനകത്തുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വേവണം. നമുക്കിതാണ് മൂടി വയ്ക്കാം. മൂടി വെച്ചാലാണ് നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കിയിട്ടൊന്ന് കൊടുക്കണേ. തീ ലോ ഫ്ലെയിമിൽ ഇട്ടാ മതി കേട്ടോ. വെള്ളമുണ്ട് തന്നെ ഉണ്ടാവുന്ന വെള്ളമാണിത്. ഇതിനകത്ത് ഇത് വെന്തോളും. ഈ വെള്ളം മൊത്തം പറ്റി കഴിയുമ്പോഴാണ് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കൂളേ. നമ്മളിപ്പോ ഏകദേശം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു തുടങ്ങേ. അതായത് വെള്ളം തീരെ പറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ശരിക്കും ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ വെച്ചു മാക്സിമം ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതൊന്ന് വേവണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു പൊട്ടണ സൗണ്ട് കേൾക്കും. ചെറുതായിട്ട് വന്നു. ആ പൊട്ടണ സൗണ്ട് തീരുന്ന വരെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ചെറിയ കണ്ടോ പൊട്ടണ സൗണ്ട് കേൾക്കണ്ടോ? കണ്ടോ പൊട്ടണ സൗണ്ട്? ആ പൊട്ടണ സൗണ്ട് മൊത്തം കേട്ട് ഇടയ്ക്കാവുന്നതൊക്കെ പൊട്ടുക കുഴപ്പമില്ല. എന്നാലും പൊട്ടണ സൗണ്ട് മാക്സിമം തീരുന്ന വരെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. കാരണം അത് ചിലപ്പോൾ അടി പിടിക്കും. പൊട്ടണ സൗണ്ടാ? പൊട്ടണ സൗണ്ട് ഉണ്ട്. ഇതുപോലെ പൊട്ടണം. ഇതുപോലെ പൊട്ടി തീരണം. പൊട്ടി തെറുക്കടി. ശരിക്കും വേവായി. അതാണ് ഈ പൊട്ടണേ. ഈ പൊട്ടല് പൊട്ടി തീർന്നു കഴിഞ്ഞാൽ ഓക്കെ വെന്തു. അതിലേക്ക് പൊടിക്ക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അല്ലേ തേങ്ങാക്കൊത്ത് ഇട്ടു. അതിനുശേഷം തേങ്ങക്കൊത്ത് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അപ്പൊ അടിയിൽ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ സവാള ഇടും ഇങ്ങോട്ടേക്ക്.
എന്നാലും അത് സെറ്റായി പോകും. ശരിക്കും ഇളക്കി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താലാണല്ലോ അത് നമുക്കൊരു പഞ്ചം പരുവാക്കി ആയി കിട്ടുള്ളൂ. ഇപ്പോഴും ഇത് ചെറുതായിട്ടൊക്കെ പൊട്ടണൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊക്കെ പൊട്ടുണ്ട്. ചെറുതായിട്ടൊന്നല്ല, നല്ല രീതിയിൽ പൊട്ടുണ്ട്. കുറച്ചൊക്കെ അങ്ങനെ പൊട്ടൂട്ടോ. അത് നമ്മൾ അങ്ങനെ നോക്കണ്ട. ഇട്ടാലും മതി. അപ്പൊ തേങ്ങ അത്രയും നേരം കൂടി ഇതിനകത്ത് കിടന്ന് സെറ്റ് ആയിക്കോളൂ എന്ന് ഓർത്തിട്ടാണ് നേരത്തെ നേരത്തെ ഇട്ടത്. ഡയറ്റായിട്ട് ടൈം പാസിന് വേണ്ടി അവരൊക്കെ ചക്ക വറുത്തും നിന്നുന്നുണ്ട്. ചക്കവറുത്തരണേ. ചക്ക വറുത്ത നമ്മള് കുറച്ച് വെള്ളം അപ്പൊ നമ്മളത് ലേശം സെന്ററിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ട് ആ സവാള ഇട്ടിട്ടൊന്ന് മൂപ്പിക്കണം. അങ്ങനെ മൂപ്പിക്കാനൊന്നും അല്ല, മൊത്തം ഇളക്കല്ല നടക്കുള്ളൂ. ഇല്ല, ഞാൻ കാണുന്നത് സവാള ഇട്ടിട്ട് നമ്മള് മൂടും. സവാള ഈ വെളുത്തുള്ളിയുടെ ചതച്ച് വെച്ചേക്കുന്നത്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, സവാള, പിന്നെ ആ പച്ചമുളക്, പിന്നെ പച്ചമുളക്. ഇത് നമ്മളിങ്ങനെ വെച്ച് ഒന്ന് ഇത് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ മുകളിലേക്കാണ് നമ്മള് ചക്ക ഇതൊന്ന് മൂടാൻ പാകത്തിന് മൊത്തം ശരിക്കും. അതായത് സവാള ഇച്ചിരി അധികം ഉണ്ട് കേട്ടോ. സവാള ക്വാണ്ടിറ്റിക്കുള്ള സാധനം നമ്മൾ ചേർത്തിട്ടുണ്ട്. സവാളയ്ക്ക് തേങ്ങത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കാൻ വേണ്ടി. ശരിക്കും ഫില്ല് ചെയ്തിരുന്ന അത്രയും നല്ലത്. അപ്പൊ ആ ഒരു ഇനി മൊത്തം അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ വേവായിക്കോളും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പതുക്കെ നിറച്ചിട്ട് തുറക്കാം. നമ്മൾ ഈ സവാളയ്ക്ക് ഉപ്പിട്ടുള്ള കേട്ടോ. സവാളയ്ക്കുള്ള ഉപ്പ് കൂടെ ഒന്നാണ് താർക്കാം നമുക്ക്. ചെടുത്തിട്ടേ ഉപ്പ്. സവാളയ്ക്കുള്ള ഉപ്പ് മതി കേട്ടോ. മതി മതി മതി. ഇപ്പൊ മൊത്തമൊക്കെ ഒന്ന് ഇളക്കി ഒക്കെ ഒന്ന് റെഡി ആക്കിയുണ്ടോ. ഒന്നുകൂടെ കുറച്ചു നേരം മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. സവാളയൊക്കെ ശരിക്കും വേവണം. കുറച്ചുകൂടെ മൂടി വയ്ക്കാം. ഇനി മൂടി വെക്കണ്ട, ഇനി അങ്ങനെ തുറന്നു വെച്ചേക്കാം. ലേശം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ മുതൽ വേവായുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. അതായത് കുറച്ച് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആട്ടോ നമ്മൾ ചേർത്തേക്കണം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇനിയിപ്പോ കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ മതി. ടീസ്പൂൺ കണക്ക് എടുക്കുമ്പോൾ 2 ടീസ്പൂൺ വരാൻ പാകത്തിന് മതി. അവക്ക് കൊതി പിടിച്ചിട്ട് പിന്നെ നമ്മൾ ഇടുന്നത് പെരുംജീരകം, പെരുംജീരകപ്പൊടിയാണ്. പേരിനൊന്നും ഇട്ടുള്ളൂ. ലേശം തുളിച്ചായിട്ട്, അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു ചോടി ഒരു കിട്ടാൻ വേണ്ടിയാണ്. മീറ്റ് മസാല ഒരു ലേശം ഒന്ന് പേരിന് ഒരു ടീസ്പൂൺ. ഒരു കണക്കൊന്നും പറഞ്ഞില്ല, ഒരു പേരൊന്ന് തൂളിച്ചാൽ മതി കേട്ടോ. പിന്നെ ഗരം മസാല ഇപ്പൊ ഇടണ്ട, നമുക്ക് വാങ്ങാൻ നേരത്തെ ഗരം മസാല അതും കൂടെ ഉള്ളൂ. വേറെ നമ്മൾ പൊടിയായിട്ടൊന്നും ഇടണ്ട. അപ്പൊ എന്നിട്ട് ഇത് നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കണേ. സൂപ്പറാണോ? കക്കിറച്ചി വെന്തു. പുന്നൂസ് ഉദ്ഘാടിച്ചു. എങ്ങനെയുണ്ട് പുന്നൂസേ? സൂപ്പറല്ലേ? അവള് കൊറേ നേരം ഇവിടെ ഇരുന്നിട്ട് കക്കരിച്ചാട്ടെ അതേ പറയണു. സൂപ്പറാണോ? ഇനിയും വേണം വരാട്ടോ. അപ്പൊ നമ്മള് മൊത്തം ഒന്ന് ഇളക്കി റെഡിയായി. ചോദിക്കല്ലേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എരിവുണ്ടോ? ഉപ്പുണ്ടോ?
പാകത്തിനാണോ ഉപ്പ്? നല്ല ടേസ്റ്റ് ആണോ? രുചിയുണ്ടോ? അടിപൊളിയാണോ? എല്ലാരോടും ഉണ്ടാക്കി നോക്കണമെന്ന് പറഞ്ഞേ. എല്ലാരും ഉണ്ടാക്കി വെക്കണം. സൂപ്പറാന്ന് പറഞ്ഞേ. സൂപ്പറാ. ഇനിയും വേണം പുള്ളക്ക്, ഇനിയും വേണം പുള്ളക്ക്. ഇനി ഒരു പ്ലേറ്റ് ഇട്ടാണ് തരാം കേട്ടോ. അപ്പടിയും പുള്ളക്ക് ഇത് വാങ്ങട്ടെ. വാങ്ങട്ടെ, എന്നിട്ട് പുള്ളക്ക് പ്ലേറ്റ് ഇട്ടുതരാം. അപ്പൊ അത് മതി. നമ്മളിപ്പോ പൊടിയൊക്കെ ഒന്ന് മൂക്കാൻ വേണ്ടിയുള്ള രീതിയിൽ വെച്ചതായിരുന്നു. അങ്ങനെ നമ്മുടെ കക്ക ഫ്രൈ റെഡി. ഇതാണ് നമ്മുടെ കക്ക ഫ്രൈ അല്ലേ? 1 കിലോ മേടിച്ചിട്ട് 2 കിലോ ഇല്ലേ? അതാണ് 1 കിലോ മേടിച്ചിട്ട് ഇപ്പൊ 2 കിലോ. കാരണം കംപ്ലീറ്റ് സവാളയുണ്ട്. നല്ല മണമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നല്ല സെറ്റപ്പായി, നല്ല സെറ്റപ്പ് മണലേ. എങ്ങനെയുണ്ട്? നല്ല മണമൊക്കെ വന്നു തുടങ്ങി. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ലേശം ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ഗരം മസാല ഒന്ന് തൂളിച്ച് കൊടുത്താൽ മതി. ഗരം മസാല ഒരുപാട് വേണ്ട. അത് അതിനിപ്പോ ഒരു അളവ് മറ്റും പറഞ്ഞില്ല, ഒരു പേരിന് ചുമ്മാ ഒന്ന് തൂളിച്ചു കൊടുത്താൽ മതി, ഒരു മണം കിട്ടാൻ വേണ്ടി. എന്നിട്ട് നമുക്കത് മൂടി വെക്കാം. ചുമ്മാ ഒന്ന് മൂടി വെച്ചേക്കണം. അവിടെ ഇരിക്കട്ടെ. ഒരു 2 മിനിറ്റ്. ഒരു 2 മിനിറ്റ് ഒന്നും വേണ്ട. ഒന്നങ്ങട് ആവി ഒന്നങ്ങട് പറഞ്ഞൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചാ. ഒന്ന് സെറ്റ് ആവട്ടെ. നമുക്കപ്പൊ ഇത് സംഗതി അടിപൊളിയാ. ഇരിക്കുന്ന ഇരിപ്പ് തന്നെ കണ്ടാ മോനെ. എല്ലാരും മേലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാട്ടോ സാധനം. നമുക്ക് ഇനി പതുക്കെ വാങ്ങാം. അപ്പൊ നമുക്ക് സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. പൊന്നൂസ് ആദ്യം വന്നിരുന്നു. അപ്പൊ നമുക്കിത് എങ്ങനെയുണ്ട് കഴിച്ചൊക്കെ നോക്കാം. എടുത്ത് വിളമ്പൊക്കെ നോക്കാം, കഴിച്ചു നോക്കാം. തിന്നോക്കി എങ്ങനെയുണ്ട് നോക്കി. കഴിക്ക് മോനെ കുട്ടാ. കഴിക്ക്. എങ്ങനെയുണ്ടെന്ന് നോട്ടെ. തിന്നിട്ട് പറയാ എങ്ങനെയുണ്ടെന്ന്. ബ്രെഡ് കൂട്ടി കഴിച്ചാലോ പൊന്നൂസേ? ഒരു ബ്രെഡും കൂടി കഴിച്ചോ. 2 കൂട്ടി എടുത്താണ് തിന്നോ. ഒരു കഷ്ണം ഇത് കൊടുക്ക. സെറ്റപ്പാണോ? കഴിച്ചോക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി. നല്ലതാണോ മമ്മി? എങ്ങനെയുണ്ട്? നല്ലതാണോ? ഉണ്ടാക്കിയ എങ്ങനെയുണ്ട്? നല്ല രുചിയില്ലേ? പൊന്നൂസ് എങ്ങനെയുണ്ട്? വാ, ഇഷ്ടപ്പെട്ടോ? ഇച്ചിരി എരിവ് കൂടുതലുണ്ട് അല്ലേ? അത് സാധനം. അപ്പൊ സാധനം ഞങ്ങൾ കഴിച്ചു. നല്ല അടിപൊളി സംഭവമാണ്. കുരുമുളകിന്റെ ഞാനുണ്ട് ഇവിടെ. അപ്പൊ സാധനം അടിപൊളിയാണ്. പൊടിക്ക് എരിവ് കൂടിപ്പോയി. മുളക് പൊടി ഇട്ടപ്പോ കുരുമുളകിന്റെ ഇച്ചിരി കൂടിപ്പോയി. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ആ തേങ്ങാക്കൊത്തിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് ആണോ. തേങ്ങാക്കൊത്തിന് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. തേങ്ങാക്കൊത്തിനല്ലേ? തേങ്ങാക്കൊത്തൊക്കെ നല്ല സൂപ്പറാ. അപ്പൊ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും മീൻ ഉണ്ടാക്കി നോക്കുക. കടിച്ചാലും കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും മീൻ ഉണ്ടാക്കി നോക്കുക. സാധനം അടിപൊളിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് ഉണ്ടാക്കുക. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും ഒരു പിന്തുണയും ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു പ്രചോദനമൊക്കെ ചെയ്യാനൊക്കെ ഒരു ഉന്മേഷവും ഊർജ്ജമൊക്കെ ഉള്ളൂ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഇത് ചെയ്യാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അതെ. അപ്പൊ എന്തായാലും എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിക്കുക, ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ആ ബെൽ ബട്ടണുകളും അമർത്തുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.